ഹലോ ഫ്രണ്ട്സ്, അപ്പോ നമ്മള് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മെട്രിക് സ്പേസിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഓക്കെ, മെട്രിക് സ്പേസിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. സോ ഇത് നമ്മൾ മെട്രിക് സ്പേസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, കുറെ രണ്ട് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, അതുമായിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു മെട്രിക് സ്പേസിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ റിയൽ അനാലിസിസിൽ പറഞ്ഞതുപോലെ തന്നെ ആറിലുള്ള സം പ്രോപ്പർട്ടീസ് ഇൻഫിമം സുപ്രീം അതൊക്കെ പറഞ്ഞു. പിന്നീട് നമ്മൾ പോയത് സീക്വൻസിലേക്കാണ്. ഓക്കെ, ആറിലുള്ള സീക്വൻസിന്റെ കൺവേർജൻസിലേക്ക്. ഓക്കെ, സീക്വൻസിന്റെ കൺവേർജൻസിലേക്ക്. സോ ഇവിടെ നമ്മൾ ഒരു മെട്രിക് സ്പേസിൽ ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൺവേർജൻസ് എങ്ങനെ പറയാം. ഓക്കെ, അതിന്റെ കൺവേർജൻസ് എങ്ങനെ പറയാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആറിൽ ഡിസ്കസ് ചെയ്തപ്പോ അവിടെ ആക്ച്വലി നമ്മുടെ സീക്വൻസിന്റെ കൺവേർജൻസ് പറയാൻ എന്താ ചെയ്തത്? ആക്ച്വലി എന്താണ് കൺവേർജൻസ് പറയുമ്പോൾ എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എൻ മൈനസ് എക്സ്. ഓക്കെ, എക്സ് എനും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഓക്കെ, എക്സ് എനും എക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നു. ഇറ്റ് മീൻസ് ദാറ്റ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സീക്വൻസിന്റെ ടേംസിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ പറയാനുള്ളത് കൺവേർജൻസ് ഓഫ് സീക്വൻസ്. ഓക്കെ, കൺവേർജൻസ് ആണ് പറയാനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എക്സ് ഡി ബി എ മെട്രിക് സ്പേസ്. ഓക്കെ, എക്സ് ഡി എന്നുള്ളൊരു മെട്രിക് സ്പേസ് ഉണ്ട് ആൻഡ് എക്സ് എൻ ബിലോങ്സ് ടു എക്സ്. ഒരു സീക്വൻസ് എടുത്തു, എക്സ് എൻ എടുത്തു. ഓക്കെ, എക്സ് ഉള്ള ഒരു സീക്വൻസ് എക്സ് എൻ എടുത്തു ആൻഡ് വി സേ ദാറ്റ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇഫ് ഫോർ എവരി നമ്മള് റിയൽ അനാലിസിസ് ചെയ്തതുപോലെ തന്നെ ഫോർ എവരി എപ്സിലോൺ ഗ്രീറ്റർ ദാൻ 0 there exists an integer n or positive integer n such that d of xn comma x d of xn x is less than epsilon for every n greater than or equal to n. After some term ഈ xn x തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് d. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മെട്രിക് സ്പേസിലെ മെട്രിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കൺവേർജൻസ് പറയുന്നത്. ഓക്കെ, മെട്രിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ഒരു സെറ്റിൽ തന്നെ നമുക്ക് പല മെട്രിക്കുകൾ പറയാം. ഓക്കെ, ഒരു സെറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പല മെട്രിക്കുകൾ പറയാം. മെട്രിക് മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഓപ്പൺ ബോൾസിന്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. ഓപ്പൺ ബോൾസിന്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിന്റെ കൺവേർജൻസും മാറ്റം വരും. ഓക്കെ, അതിന്റെ കൺവേർജൻസിലും മാറ്റം വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കാം. സ്പേസ് ആർ എടുത്തു, ആർ വിത്ത് യൂഷ്വൽ മെട്രിക് എടുക്കാം. യൂഷ്വൽ മെട്രിക്. ഓക്കെ, ആർ വിത്ത് യൂഷ്വൽ മെട്രിക്. ആർ വിത്ത് യൂഷ്വൽ മെട്രിക്കില് നമ്മൾ എക്സ് എൻ ഈക്വൽ സം 1/n എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങോട്ടാ പോകുന്നത്? 0യിലേക്ക് പോകും. ഓക്കെ, സോ എക്സ് എൻ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഈ ഫോമിലാണ് നമ്മൾ വരുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ഡിസ്ക്രീറ്റ് മെട്രിക് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ആറ് വേണ്ട, ഒരു എക്സ് എടുക്കാം. എക്സിൽ ഡിസ്ക്രീറ്റ് മെട്രിക് എടുത്തു കഴിഞ്ഞാൽ ഏത് രൂപത്തിലായിരിക്കും ഉണ്ടാവുക നോക്കാം. ഓക്കെ, എക്സ് വിത്ത് ഡിസ്ക്രീറ്റ് മെട്രിക് ആൻഡ് എക്സ് എൻ ബിലോങ്സ് ടു എക്സ് എടുത്തു, ഒരു സീക്വൻസ് എടുത്തു. അപ്പൊ ഒരു ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസില് സീക്വൻസിന്റെ കൺവേർജൻസ് ഏത് ഫോമിലാണെന്നുള്ളത് നോക്കാം. സീക്വൻസിന്റെ കൺവേർജൻസ് ഏത് ഫോമിലാണെന്ന് നോക്കാം. സപ്പോസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്, അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് ഏത് ഫോമിലാണെന്നുള്ളത് നോക്കാം. സപ്പോസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്, നമ്മൾ നോക്കിയിട്ടുള്ള എന്താണ്? ഡി ഓഫ് എക്സ് എൻ കോമ എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എപ്സിലോൺ ഗ്രീറ്റർ ദാൻ 0. ഓക്കെ, സോ ഇഫ് യു ചൂസ് എപ്സിലോൺ equal to 2, epsilon equal to 2, then what about d of xn comma x? Okay, what about d of xn comma x? This is equal to, this is less than 2 ആണ്, so it may be equal to 0 ആകാം, or d of xn x equal to 1 ആകാം. ഓക്കെ, രണ്ടും ആകാം, കാരണം epsilon equal to 2 ആയതുകൊണ്ട് ഇത് രണ്ടും ചാൻസ് ഉള്ളൂ. കാരണം d എന്നുള്ളത് ഡിസ്ക്രീറ്റ് മെട്രിക് ആണ്. സോ രണ്ട് വാല്യൂസ് അറ്റൈൻ ചെയ്യുള്ളൂ. സോ ഐദർ 0 or 1. സോ ഇഫ് എക്സ് എൻ എക്സ് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് എൻ ഈക്വൽ ടു എക്സ്. എക്സ് എൻ ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? അപ്പൊ എക്സ് എൻ നോട്ട് ഈക്വൽ ടു എക്സ്. ഓക്കെ, എക്സ് എൻ നോട്ട് ഈക്വൽ ടു എക്സ്. ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്യാം. ഞാൻ എപ്സിലോൺ ഇനി എടുത്തു കഴിഞ്ഞാലോ? ലെസ് ദാൻ 2. ഓക്കെ, ലെസ് ദാൻ 1 എടുത്തു കഴിഞ്ഞാലോ? സോ ആർബിട്രറി സ്മോൾ വാല്യൂസ് എപ്സിലോൺ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡി ഓഫ്
xn കോമ എക്സ് ഈക്വൽ ടു 0 കിട്ടും. വിൽ ഇംപ്ലൈസ് ദാറ്റ് xn ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഓക്കെ, xn ഈക്വൽ ടു എക്സ് എന്ന് കിട്ടാം. ഓക്കെ, എല്ലാ എണ്ണിനും ഇത് ട്രൂ ആവണമെന്നില്ല, എല്ലാ എണ്ണിനും ആവണമെന്നില്ല. ഫോർ സം എൻ ആയാലും മതി. ഫോർ എക്സാമ്പിൾ x1, x2, x3, x, 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 etc. ഈ ഫോർമുല ആയാലും മതി. ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് സീക്വൻസ് എന്താണ് നമ്മൾ പറയാനുള്ളത്? ഇവൻച്വലി കോൺസ്റ്റന്റ് സീക്വൻസസ്. ഓക്കെ, സോ ഇൻ എ ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസസ് കൺവെർജിംഗ് സീക്വൻസസ് ആർ ഓൺലി ഇവൻച്വലി കോൺസ്റ്റന്റ് സീക്വൻസസ്. ഓക്കെ, കൺവെർജിംഗ് സീക്വൻസ് എന്തൊക്കെയാണ്? ഇവൻച്വലി കോൺസ്റ്റന്റ് സീക്വൻസ് മാത്രമാണ് എന്ത് ഒരു ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസില് കൺവേർജന്റ് ആയിട്ടുള്ള സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കൺവേർജന്റ് ആയിട്ടുള്ള സീക്വൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. വേറൊരു എക്സാമ്പിൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫോർ ബി ഓഫ് എക്സ്. ബി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ബി ഓഫ് എക്സ് വിത്ത് ഡി ഇൻഫിനിറ്റി. ഓക്കെ, ഡി ഇൻഫിനിറ്റി. ബി ഓഫ് എക്സ് വിത്ത് ഡി ഇൻഫിനിറ്റി. ഓക്കെ, where here d infinity means b of x എന്നുള്ള സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ഫംഗ്ഷൻസ് ഓൺ x. ഓക്കെ, x ലുള്ള ബൗണ്ടഡ് ഫംഗ്ഷൻസിന്റെ റിയൽ വാല്യൂഡ് ബൗണ്ടഡ് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ ആണ് എന്ത് b of x എന്ന് പറയുന്നത്. ഓക്കെ, d ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d ഇൻഫിനിറ്റി ഓഫ് f, g is equal to സുപ്രീമം. ഓക്കെ, ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും. സുപ്രീമം ഓൾ x belongs to x മോഡുലസ് ഓഫ് f of x minus g of x. ഓക്കെ, സോറി. Modulus of f of x minus g of x. Okay, ഈ d infinity equal to f, g which is equal to ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിലൂടെ പറയാം. This is equal to norm of f minus g. norm എന്താണെന്നുള്ളത് നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, norm of f minus g ഈ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, norm നമ്മൾ നോർമലി ലീനിയർ സ്പേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക, ഓർ ഇൻ ഫംഗ്ഷണൽ അനാലിസിസ്. അതിന് മുമ്പ് നമ്മൾ ഇത് പറയാം. ഈ മെട്രിക് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു നോം ആണിത്. അത്രേ ഉള്ളൂ കേട്ടോ. സോറി, ഈ നോം ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു മെട്രിക് ആണിത്. ഓക്കെ, ഏതൊരു നോം എടുത്തു കഴിഞ്ഞാലും അതെന്ത് ചെയ്യും? ഒരു മെട്രിക് ഇൻഡ്യൂസ് ചെയ്യും. ആ മെട്രിക് ആണ് ഡി ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. സോ എന്തായാലും വിത്ത് റെസ്പെക്ട് ടു ദിസ് മെട്രിക് ഇതെന്താണ്? ഒരു മെട്രിക് സ്പേസ് ആണ്. അവിടുത്തെ കൺവേർജൻസ് എങ്ങനെ നോക്കാം? എഫ് എൻ കൺവേർജസ് ടു എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കാം? എഫ് എൻ കൺവേർജസ് ടു എഫ്. എഫ് എൻ കൺവേർജസ് ടു എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഡി ഇൻഫിനിറ്റി ഓഫ് എഫ് എൻ കോമ എഫ് ലെസ് ദാൻ എപ്സിലോൺ for every epsilon greater than 0. Okay, that is d infinity of f and f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ supremum of all x belongs to x modulus of f n of x minus f of x less than epsilon. Okay, after some term. Now supremum of all x belongs to x modulus of f n of x minus f of x less than epsilon. അതായത് ഇത്തരത്തിലുള്ള x belongs to x ഈ ഒരു സെറ്റിന്റെ സുപ്രീമം ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റിലുള്ള എല്ലാ എലിമെന്റ്സ് എന്തായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഓക്കെ, മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് ആൻഡ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എക്സ് ആൻഡ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എക്സ് and for every n greater than or equal to n. This means that fn converges uniformly to f. Okay, fന്റെ convergence എന്തായിരിക്കും? f ലേക്കുള്ളത് യൂണിഫോം കൺവെർജൻസ് ആയിരിക്കും. Okay, fn converges uniformly to f. Okay, so in this metric space, if fn converges to f with this metric, okay, with this metric, fn converges to f, then we can say that fn is converges to f uniformly converges to f എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതിന്റെ കോൺവേഴ്സും കൂടി ട്രൂ ആണോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതൊരു ക്യാരക്ടറൈസേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ട് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. പല ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, സോ സപ്പോസ് fn converges to f uniformly. So that is fn of x minus f of x less than epsilon by 2. ഞാൻ epsilon by 2 എടുത്തു, കാരണമുണ്ട് epsilon by 2 for every n greater than or equal to n and for every x belongs to x by the for every epsilon greater than 0.
Okay, definition of uniform continuity. So for every x belongs to x, modulus of fn of x minus f of x is less than epsilon by 2. Okay. So നമുക്കൊരു റിസൾട്ട് അറിയാം. Some xn is less than n ആണെന്ന് വിചാരിക്കാം, whatever it is, some k ആണെന്ന് വിചാരിക്കാം. Okay, ഒരു കോൺസ്റ്റന്റ് xn less than k ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സുപ്രീമം എന്നുള്ളത് less than or equal to k ആയിരിക്കും. Okay, less than or equal to k ആയിരിക്കും സുപ്രീം. It may be സുപ്രീം എന്തായിരിക്കാം, മേ ബി ഈക്വൽ ടു k. സോ നമ്മൾ ഇതിന്റെ സുപ്രീം എടുക്കുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിന്റെ സുപ്രീം എടുക്കുമ്പോൾ സുപ്രീമം ഓഫ് ഓൾ മോഡുലസ് ഓഫ് fn of x minus f of x that x belongs to x is less than or equal to epsilon by 2. Less than or equal to epsilon by 2 and which is less than epsilon. Okay, which is less than epsilon. So ഇവിടെ നമുക്ക് എന്ത് പറയാം, d infinity of fn comma f less than epsilon എന്ന് പറയാം. That is fn converges to f in d of x comma d infinity with respect to this metric. Okay, with respect to this fn converges to f in d of x comma d infinity. അപ്പൊ അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്, fn converges to f in b of x with respect to d infinity if and only if, നമുക്ക് എന്താ പറയാം, if and only if fn uniformly converges to സോ ഒരു ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷൻസിന്റെ കളക്ഷൻ എടുത്തു, നമ്മുടെ സീക്വൻസിന്റെ കളക്ഷൻ എടുത്തു, അത് എഫിലേക്ക് കൺവേർജ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു ഡി ഇൻഫിനിറ്റി എന്ന് പറയുന്നത്, വിത്ത് റെസ്പെക്ട് ടു ദിസ് മെട്രിക് എന്ന് പറയുന്നത് എന്തിന് ഇക്വാലന്റ് ആണ്, fn is uniformly converges to f എന്ന് പറയുന്നതിന് ഇക്വാലന്റ് ആണ്. fn is uniformly converges to f എന്ന് പറയുന്നതിന് ഇക്വാലന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം, fn of x is equal to x power n എടുക്കാം. ഓക്കെ, fn of x equal to x power n എടുക്കാം. x power n എടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്ത് പറയാൻ പറ്റും, x power n കൺവേർജ് ചെയ്യും അല്ലെ, കൺവേർജ് ചെയ്യുന്ന സം f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x is equal to 0 എടുത്തു, x is equal to 0 എടുത്തു. ഓക്കെ, f of x അപ്പൊ എന്തായിരിക്കും, 0 and 1. ഓക്കെ, രണ്ട് വാല്യൂസ് ഉണ്ടായിരിക്കും അല്ലെ, 0 for 0 less than x less than 1 and x equal to 1. Okay, f of x equal to ഈ വാല്യൂ ആയിരിക്കും. ഇതെന്തല്ല, യൂണിഫോം കൺവേർജൻസ് അല്ല, കാരണം x equal to 1 ആകുമ്പോൾ ഒരു പോയിന്റും x equal to between 0 and 1 ആകുമ്പോൾ നമുക്ക് വേറൊരു പോയിന്റ് ആണ് കിട്ടുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് യൂണിഫോംലി കൺവേർജന്റ്. ഓക്കെ, നോട്ട് യൂണിഫോംലി കൺവേർജന്റ്. അപ്പൊ ഇവിടെ നിന്നിട്ട് നോട്ട് യൂണിഫോംലി കൺവേർജന്റ് will implies that fn does not converges to f with respect to d infinity. d infinity ക്ക് with respect to d infinity fn does not converges to f. fn does not converges to f. അപ്പൊ ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് സോൾവ് ചെയ്യാൻ നമുക്ക് എന്തറിഞ്ഞാൽ മതി, ഈ റിസൾട്ട് അറിഞ്ഞാൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് എ റിസൾട്ട് ഇൻ ദിസ് സെക്ഷൻ. ഓക്കെ, ഇത് നമ്മള് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ലിമിറ്റ് എന്താണ്, ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, limit of a sequence is unique. Okay, limit of a sequence is unique. That is, if xn converges to x and xn converges to y, implies that x equal to y. Okay, implies that x equal to y. So ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ലിമിറ്റിന്റെ റിസൾട്ടുകൾ വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സീക്വൻസിന്റെ കൺവെർജൻസിൽ വരുന്ന മെയിൻ ആയിട്ട് ഇതൊക്കെ തന്നെയാണ്. ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. മെയിൻ ആയിട്ട് വേറെ പോയിന്റ് വരുന്നത്, ഇഫ് xn കൺവെർജസ് ടു x ആണെന്നുണ്ടെങ്കിൽ f of xn converges to f of x if f is continuous. Okay, continuous.
സോ നമുക്കൊരു ഇതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ലെവലായിട്ട് നമുക്ക് പറയുന്നത് ഇഫ് an is a sequence in Mn of R. Okay, an is a sequence in Mn of R and an converges to a ആണെന്ന് വിചാരിക്കാം. an converges to a ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് an എന്നുള്ളത് അനദർ സീക്വൻസ് ആണ്, സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, will converges to determinant of a because determinant is a continuous function. Okay, so ഇതാണ് നമുക്ക് ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിച്ചിട്ട് ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ലിമിറ്റിന്റെ കൺവെർജൻസ് അല്ലെങ്കിൽ കൺവെർജൻസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിയൽ അനാലിസിന്റെ ഫസ്റ്റ് പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സീക്വൻസ് സീരീസ് ഓഫ് ഫംഗ്ഷൻസ്, സീക്വൻസ് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അത് നമ്മൾ ക്രാഷ് കോഴ്സിന്റെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഏതായാലും അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റ് പോയിന്റ്സ് എന്താണെന്നുള്ളതാണ്. ലിമിറ്റ് പോയിന്റ്സ് ഇൻ എ മെട്രിക് സ്പേസ്. ഒരു സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. സോ ലെറ്റ് X be a metric space. Let X be a metric space. Okay, let X be a metric space and E subset of X. Okay, E is a subset of X. Okay, E is a subset of X. An element X belongs to E is a limit point of E. E is a limit point of E if and only if എന്ന് പറയാം, definition ആയിട്ട് if and only if എന്ന് പറയാം. If for any r greater than 0, for every r greater than 0, b of x r intersection E not equal to 5. That is at least one point എങ്കിലും ഉണ്ടായിരിക്കും. Okay, at least one point എങ്കിലും. അതായത് ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു സെറ്റ് E ഉണ്ട്, ഒരു എലമെന്റ് എടുത്തു, E തന്നെ ആവണമെന്നില്ല, ഇയിൽ നിന്നാണെങ്കിൽ ഓക്കെ, അത് ലിമിറ്റ് പോയിന്റ് തന്നെയാണ്, കാരണം അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ, ഉള്ള പോയിന്റ് തന്നെ ഉണ്ടല്ലോ. ഓക്കെ, സോ ഒരു പോയിന്റ് എടുത്തു, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏതൊരു ഓപ്പൺ ബോൾ എടുത്തു കഴിഞ്ഞാലും അതിനെന്തുണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇതിന്റെ ഏതൊരു ഓപ്പൺ ബോൾ E ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, X എന്നുള്ള എലമെന്റ് എടുത്തു, എക്സിന്റെ ഏതൊരു ഓപ്പൺ ബോളിനെ നമ്മൾ എക്സിന്റെ ഏതൊരു ഓപ്പൺ ബോൾ എടുത്തു കഴിഞ്ഞാലും അതിൽ ഈയിലുള്ള അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും വേണം. ഓക്കെ, ഈയിലുള്ള അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും വേണം. ഓക്കെ, സോ നമുക്ക് പറയാം, എന്താ പറയാ, സപ്പോസ് ഈ X belongs to E ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ B of X, R intersection E not equal to 5. Okay, B of X, R intersection E not equal to 5. So X is a limit point. അതായത് ഈയിലൊരു എലമെന്റ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഈയുടെ ലിമിറ്റ് പോയിന്റ് ആണെന്ന് പറയാം. അതായത് ആ സബ്സെറ്റിൽ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് നമുക്ക് എന്ത് പറയാം, അതിന്റെ ലിമിറ്റ് പോയിന്റ് ആണെന്ന് പറയാം. ഓക്കെ, ആൻഡ് സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോഷർ. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിന്റ്സിനെ വിളിക്കുന്ന പേരാണ് ക്ലോഷർ. എ ക്ലോഷർ is the set of all limit points of A. A closure is the set of all limit points of A, and we say that A is closed set of all limit points alla, a closure is the okay, A is equal to set of all limit points of A alla.
A dash. A dash is the derived set or the settable limit points of and A closure. A closure is the A union A dash. Okay. A union A dash. Okay. So A union A dash is a closure. A is closed if and only if A equal to A closure. Okay. A equal to A closure. And this is Z equal to Z is a closed set. Okay, Z is a closed set. Z is a closed set. അതായത് A equal to A closure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ എല്ലാ ലിമിറ്റ് പോയിന്റും അതിൽ തന്നെ ഉണ്ട്. ഓക്കെ, എയുടെ എല്ലാ ലിമിറ്റ് പോയിന്റും എയിൽ തന്നെ കണ്ടെയ്ൻഡ് ആണ്. ഓക്കെ, പിന്നെ അനദർ വേറൊരു വഴിയിലൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. A is closed. എയിലുള്ള ഏതൊരു സീക്വൻസ് എക്സൻ എടുത്തു കഴിഞ്ഞാലും if xn belongs to A അതിന്റെ ലിമിറ്റും അതിൽ തന്നെ ഉണ്ട്. Then and xn converges to x implies that x belongs to ആർബിട്രറി ആയിട്ടുള്ള ഏതൊരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ലിമിറ്റും അതിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, A is closed. അതായത് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ്ഡ് സെറ്റുകളെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, പല രീതിയിൽ നമുക്ക് ക്ലോസ്ഡ് സെറ്റുകളെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഇതാണ് ലിമിറ്റ് പോയിന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, ലിമിറ്റ് പോയിന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മെട്രിക് സ്പേസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ക്ലോസ്ഡ് സെറ്റ് എന്താണ്, അത് പറയുന്നതിന് മുമ്പ് ലിമിറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്ലോസ്ഡ് സെറ്റ് എന്താണെന്നുള്ളതും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സീക്വൻസിന്റെ കൺവെർജൻസ് പറഞ്ഞു. അതുപോലെ തന്നെ ഇനി നമുക്ക് പറയാനുള്ളത് കോഷി സീക്വൻസ് എന്താണെന്നുള്ളത് പറയണം. കോഷി സീക്വൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റിന്റെ കംപ്ലീറ്റ്നെസ് എന്താണെന്നുള്ളത് പറയണം. കംപ്ലീറ്റ്നെസ് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് കംപ്ലീഷൻ. ഓക്കെ, കംപ്ലീറ്റ്നെസിന്റെ കംപ്ലീറ്റ് സ്പേസുകളുടെ എക്സാമ്പിൾസ് പറയണം. അതുപോലെ തന്നെ കംപ്ലീഷൻ ഓഫ് എ മെട്രിക് സ്പേസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ കോമ്പാക്ട്നെസ് അത്തരം കാര്യങ്ങളിലേക്ക് പോകും. ഏതായാലും ഈ ഒരു വീഡിയോയില് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് കംപ്ലീറ്റ്നെസിനെ കുറിച്ചാണ്. ഓക്കെ, താങ്ക് യു.